നവാഗതരായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും രാഹുൽ ജിയും എഴുതി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് നമ്മുടെ ധ്യാൻ്റെ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ. അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോഫിയ പോളാണ്. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന യൂണിവേഴ്സ് ബിൽഡ് ചെയ്താൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ആഫ്റ്റർ മിന്നൽ മുരളി വരുന്ന ചിത്രമാണ് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്നത്. ഞാനൊരു സൂപ്പർ ഹീറോ ഫിലിമായിരിക്കും, സൂപ്പർ ഹീറോ എലമെൻറ്റ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയൊന്നും സിനിമയ്ക്കകത്തില്ല. എന്നാൽ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഒരു ആവറേജ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് തോന്നിയത്. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനാണ് പോയതെന്ന് വെച്ചാൽ അല്ല ഞാൻ, പക്ഷേ എന്നിട്ടും എന്നെ അങ്ങ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല പടം. ഒരു ചെറിയൊരു കഥയാണ്, കുറച്ചും കൂടി നന്നാക്കായിരുന്നു. എന്തോ എനിക്കൊരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരു പ്ലാച്ചിക്കാവ് എന്ന് പറയുന്നൊരു ഗ്രാമത്തെ വെച്ചാണ് നടക്കുന്നത്. പഴയ കാലഘട്ടമാണ്. ചിലപ്പോൾ അതായിരിക്കും, മിന്നൽമുരളിയായിട്ട് വേറെ ബന്ധമൊന്നുമില്ല കേട്ടോ. രണ്ടും പഴയ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ചിലപ്പോൾ രണ്ടും അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിലായിട്ട് അങ്ങനെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും മിന്നൽമുരളി റെഫറൻസോ അതിലെ ക്യാരക്ടേഴ്സൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഗ്രാമം, അവിടെ വലിയ കേസോ കാര്യങ്ങളോ വലിയ ക്രിമിനൽ കേസും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ആകെ നടക്കുന്ന ചെറിയ ചക്ക മോഷണം, മാങ്ങ മോഷണം, ആട് മോഷണം, അല്ലെങ്കിൽ തേങ്ങ മോഷണം. പിന്നെ അവിടെ കള്ളന്മാരാണെങ്കിലും ലൊട്ടിലൊടുക്ക് 2-3 ഇങ്ങനത്തെ ഇതൊക്കെ മോഷ്ടിക്കുന്ന 2-3 കള്ളന്മാർ, അങ്ങനെയൊക്കെയുള്ളൊരു കൊച്ചു ഗ്രാമം. അവിടെ നമ്മുടെ റോണി ഡേവിഡ് അവതരിപ്പിക്കുന്നൊരു SI കഥാപാത്രം. പുള്ളിക്കാരനൊരു മണ്ടനാണ്. ഒരു തേങ്ങ മോഷണം പോലും പിടിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് കഴിവില്ലാത്ത ഒരു SI കഥാപാത്രമാണ് പുള്ളിക്കാരൻ അവതരിപ്പിച്ചിരുന്നത്. അതുപോലെ നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ, നമ്മുടെ ഡിറ്റക്റ്റീവായിട്ടുള്ള ഉജ്ജ്വലൻ, ആ ഉജ്ജ്വലനാണ് ആ ഗ്രാമത്തിൽ നടക്കുന്ന ഈ കുഞ്ഞു ലൊട്ടിലൊടുക്ക് കേസുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസിനെ സഹായിക്കുന്നത്. പോലീസ് എന്ത് ആവശ്യമുണ്ടെങ്കിലും, എന്ത് കേസ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു മർഡർ നടക്കുവാണ്. ഒരു മർഡറല്ല, പിന്നീട് ഒരു സീരീസ് ഓഫ് മർഡർ നടക്കുകയും അത് അന്വേഷിക്കാനായിട്ട് ഒരു കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേണം എന്നുള്ള ഒരു പ്രഷറിൻ്റെ മുകളിൽ നമ്മുടെ സിജു വിൽസൺ അവതരിപ്പിക്കുന്ന കഥാപാത്രം, പുള്ളിക്കാരൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡാണ്, വരുവാണ്. അപ്പോൾ അതിനുശേഷം ആണ് ഈ സിനിമയുടെ ക്രക്സ് എന്ന് പറയുന്നത്. ആ ഒരു ആളിനെ പിടിക്കുന്നതും ആണ് അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഇത് സിനിമയുടെ ബേസിക് പ്ലോട്ടാണ്. ട്രെയിലർ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കഥയൊന്നും പറഞ്ഞിട്ടില്ല, പേടിക്കേണ്ട, സ്പോയിലറൊന്നും അല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സിജു വിൽസൻ്റെ എൻട്രിക്ക് ശേഷം സിനിമ കുറച്ചും കൂടെ ഒന്ന് ഹൈ ആയി. എനിക്ക് കുറച്ചും കൂടെ ആ ഒരു ധ്യാൻ്റെ കഥാപാത്രവും ഈ സിജു വിൽസൻ്റെ കഥാപാത്രവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നതും കാര്യങ്ങളൊക്കെ അതെനിക്ക് വളരെയധികം എൻഗേജിങ് ആയിട്ട് തോന്നി. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്കെന്തോ ഒരു ആവറേജ് ഓക്കേഷ്, അങ്ങനെയല്ലേ, അതല്ലേ ശരി വാക്ക്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പടം തോന്നിയത്. മ്യൂസിക് ആണെങ്കിലും ഇപ്പം മ്യൂസിക് എന്നത് ആർ സിയും അതേപോലെ തന്നെ സിബി മാത്യു അലക്സ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ചെയ്തിരിക്കുന്നത്. BGM ചെയ്തിരിക്കുന്നത് സിബി മാത്യു തന്നെയാണ്. നമ്മുടെ മൂന്നിനുണ്ണി അസോസിയേറ്റ്സിനൊക്കെ മ്യൂസിക് ചെയ്ത ആളാണ്. എനിക്ക് വളരെയധികം മ്യൂസിക് ഓക്കേഷായിട്ടാണ് തോന്നിയത്. എനിക്കതിൽ എന്തെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും BGM ഒക്കെ ഓർമ്മയുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് ഓക്കെ, എല്ലാം എനിക്കൊരു ഓക്കെ. ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം ഒരു ഓക്കെ. പിന്നെ നമ്മുടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയത്തില്ല. ഞാനൊരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും എനിക്ക് അവർ ഉദ്ദേശിച്ചത് ഒരു കാർട്ടൂണിഷ് അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മുടെ ശിക്കാരി ശംഭു ഇല്ലേ, നമ്മുടെ കുഞ്ചാക്കോബോബൻ്റെ, അതിനകത്തൊരു ബാലരമ വായിക്കുന്ന ഒരു ഫീലില്ലേ ആ സിനിമ കാണുമ്പോൾ, അതുപോലത്തെ ഒരു ഫീലായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ആ സിനിമയിലും എനിക്കെന്തോ ഒരു പ്രശ്നം തോന്നി. ഇതിനകത്തും എനിക്കെന്തോ സാച്ചുറേഷനൊക്കെ കൂടി മൊത്തം മഞ്ഞിച്ചിരിക്കുന്ന പോലെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴും തോന്നി, സിനിമ കണ്ടപ്പോഴും ആ ഒരു ഫീൽ അടിച്ചു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് പ്രകടനം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ ധ്യാനാണെങ്കിലും സിജു വിൽസൺ ആണെങ്കിലും റോണി ഡേവിഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സീമയാണെങ്കിലും എല്ലാവരും ഇവരൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നവരാണ്. പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനുള്ള പെർഫോമൻസിനുള്ള സ്പേസും ഈ സിനിമയ്ക്കകത്തില്ല. അതൊരു കാരണമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കെൻഡ് പിന്നെ നമ്മുടെ സിനിമയുടെ ലാസ്റ്റ് ആവുന്നിടത്തേക്ക് നമ്മുടെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട് അടുത്ത സിനിമ. അത് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ജാംബി അവർ ഓൾറെഡി അനൗൺസ് ചെയ്തതാണ് സിനിമയ്ക്ക് മുന്നേ തന്നെ, സ്പോയിലർ അല്ല. 2026 സോംബി പടം. ഇനിയിപ്പോൾ സോംബി പടങ്ങളുടെ വരവാണ്. ഇനി ഒരുപാടെണ്ണം വരാനില്ല, നമ്മുടെ വലയൊക്കെ വരാനില്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെത് കാണിച്ചു. അതിൻ്റെതും എനിക്കെന്തോ എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ തോന്നിയില്ല. അത് കണ്ടിട്ട് വലിയ എക്സൈറ്റ്മെൻറ്റ് തോന്നിയില്ല. ഒരുപാട് പേര് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണാതെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ട് മാത്രം പോവുക. ഓക്കെ. അപ്പോൾ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു ആവറേജ് ഓക്കേഷ് ഫിലിമായിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങളും പങ്കുവെക്കുക. സിനിമ തിയേറ്ററിൽ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ.
സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിന് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കാണ് ആവറേജ് ആയിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ആയിരിക്കും. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണുന്നവരേക്കും ബൈ.